നോട്ട്ബുക്ക് എന്ന റോഷൻ ആൻഡ്രൂ സിനിമയെ ആരാണ് മറക്കുക? നോട്ട്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരുപാട് താരങ്ങളെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടെങ്കിലും ആ സിനിമ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയാണ് ശ്രീലക്ഷ്മി എന്ന കഥാപാത്രം ചെയ്ത പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ മരണവും ആ കുട്ടിയുടെ സൗഹൃദവും പ്രണയവും ഒക്കെയാണ് ആ സിനിമയുടെ പ്രമേയം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ആരും ഈ ശ്രീലക്ഷ്മിയെ മറക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇവരുടെ ഈ ശ്രീലക്ഷ്മി എത്തിയിരിക്കുകയാണ്. നോട്ട്ബുക്ക് എന്ന ചിത്രത്തിൽ ശ്രീലക്ഷ്മി എന്ന കഥാപാത്രത്തിലെത്തിയത് മരിയ റോയാണ്. വർഷങ്ങൾക്ക് ശേഷം മുടിവെട്ടാനായി മരിയ റോയ് എത്തിയപ്പോൾ അവിടെ പാർലറിലുള്ളവർ പകർത്തിയെടുത്ത ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത്. നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് മരിയ റോയ്. എന്നാൽ ആ സിനിമയ്ക്ക് ശേഷം വിരലിലെണ്ണാവുന്ന ചുരുക്കം ചില സിനിമകൾ ചെയ്തുവെങ്കിലും പിന്നീട് ഇൻഡസ്ട്രിയിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇപ്പോഴിതാ നടിയുടെ പുതിയ ഗെറ്റപ്പ് വൈറലാവുകയാണ്. റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലൂടെ ഒരു കൂട്ടം പുതുമുഖ താരങ്ങളാണ് മലയാള സിനിമയിലേക്ക് എത്തിയത്. അതിൽ ശ്രദ്ധേയയായി മാറിയ നടി തന്നെയാണ് മരിയ നിരവധി സിനിമകളിലൊന്നും പിന്നീട് അഭിനയിച്ചിട്ടില്ല. പിന്നീട് അപ്രത്യക്ഷമായി പോവുകയാണെങ്കിലും ഇപ്പോൾ ചുരുണ്ടമുടിക്കാരി ശ്രീലക്ഷ്മിക്ക് ഒരു മാറ്റവുമില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു. അന്നത്തെ താരങ്ങൾ പലരും ഇന്ന് ഇൻഡസ്ട്രിയിലുണ്ട്. അവരുടെ വിശേഷങ്ങൾ പ്രേക്ഷകർ അറിയുന്നുമുണ്ട്. നോട്ട്ബുക്കിന് ശേഷം കത്തിക്കയറിയ റോമ ഇപ്പോൾ കുറച്ചു കാലങ്ങളായി അഭിനയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. പക്ഷേ പാർവതി തിരുവോത്ത് അന്നത്തെക്കാലം ഇന്ന് വളരെ ബിസിയാണെന്ന് പറയാം. തമിഴ്, തെലുങ്ക്, ബോളിവുഡ് തുടങ്ങിയ ഇൻഡസ്ട്രികളിലെല്ലാം പേര് നേടിക്കഴിഞ്ഞു. സ്കന്ദ സിനിമകളിൽ നിന്ന് മാറി തെലുങ്ക് സിനിമകളിലാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്. എന്നാൽ ഒരേ ഒരു താരത്തെക്കുറിച്ച് മാത്രം ഇത്രയും വർഷം യാതൊരു വിവരവും ഇല്ലായിരുന്നു. ശ്രീലക്ഷ്മി എന്ന കഥാപാത്രം ചെയ്ത ആ മൂവർ കൂട്ടത്തിലെ ഏറ്റവും സാധു പെൺകുട്ടിയായി പ്രേക്ഷകരുടെ മനം കവർന്ന പെൺകുട്ടി മരിയ. നോട്ട്ബുക്ക് എന്ന ചിത്രത്തിൽ കഥയെ ലീഡ് ചെയ്ത കഥാപാത്രമാണ് ശ്രീലക്ഷ്മി. എന്നാൽ നോട്ട്ബുക്കിന് ശേഷം ശ്രീലക്ഷ്മിയായി എത്തിയ മരിയ റോയുടെ ഒരു വിവരവുമില്ല. നോട്ട്ബുക്കിന് ശേഷം ഇടവേളകളിൽ 3-4 സിനിമകൾ ചെയ്തുവെങ്കിലും പിന്നീട് അപ്രത്യക്ഷമാവുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പോലും ആൻമരിയ സജീവമല്ല. ഇടയ്ക്ക് ചില ഫോട്ടോകൾ ആരാധകർ പങ്കുവെക്കുമെങ്കിലും നടിയുടെ ലേറ്റസ്റ്റ് ചിത്രങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ കാണാനില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വീഡിയോ അതിഗംഭീരമായി തന്നെ വൈറലാവുകയാണ്. ഒന്ന് മുടി മുറിക്കാനായി പാർലറിൽ പോയപ്പോൾ അവിടുത്തെ മലയാളികൾ കണ്ടെത്തിയ മാൻമരിയെ തിരിച്ചറിയുകയും പിന്നീട് വീഡിയോ എടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ മരിയ റോയുടെ ഒരു വീഡിയോ വൈറലായപ്പോൾ പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുകയാണ്. സ്റ്റീഫൻ ഉമേഷ് എന്ന ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ സലൂണിൽ വന്ന വീഡിയോ ആണിത്. സലൂണിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ലുക്കെല്ലാം കംപ്ലീറ്റ് ആയി മാറി. വേറിട്ട ഗെറ്റപ്പിലാണ് മരിയ റോയെ കാണാൻ പറ്റുന്നത്. അന്ന് ആ സിനിമയിൽ മരിച്ചുപോയ ശ്രീലക്ഷ്മിയെ ഇപ്പോഴാണ് കാണുന്നതെന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്തെത്തുന്നത്. അന്ന് ആ സിനിമയിൽ മരിച്ചതാണ്, പിന്നീട് ഞങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോൾ പുനർജനിച്ചതുപോലെ ഉണ്ടെന്നൊക്കെ നിരവധി പേർ പറയുന്നു. അത്തരത്തിലൊരു ലുക്കിലാണ് ഇപ്പോൾ താരം ഉള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. വേറിട്ട ഗെറ്റപ്പിലാണ് മരിയ റോയെ കാണാൻ പറ്റുന്നത്. അന്ന് ആ സിനിമയിൽ മരിച്ചുപോയ ശ്രീലക്ഷ്മിയെ ഇപ്പോൾ കാണുന്നു. എവിടെയായിരുന്നു ഇത്രയും നാൾ? എന്താണ് സിനിമയിൽ അഭിനയിക്കാത്തത്? തുടങ്ങിയുള്ള കമന്റുകളാണ് നിരവധി പേർ ചോദ്യമായി തന്നെ വീഡിയോയ്ക്ക് താഴെ ഇടുന്നത്. നോട്ട്ബുക്ക് എന്ന ചിത്രത്തിന് ശേഷം പഠനത്തിന് വേണ്ടിയാണ് മരിയ റോയ് ബ്രേക്ക് എടുത്തിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ് മുംബൈ പോലീസ് പോലെയുള്ള സിനിമകൾ ചെയ്തത്. 2023 റിലീസ് ചെയ്ത സിനിമയോടുകൂടി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് മരിയ റോയ്. കുടുംബത്തോടൊപ്പം ഇപ്പോൾ സ്വസ്ഥം സമാധാനമായി ജീവിക്കുകയാണ് എന്ന് തന്നെ പറയാം.